നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. വയനാട്ടിൽ രാഹുലിനെയും പ്രിയങ്കയെയും ജയിപ്പിച്ചത് മുസ്ലിം വർഗീയ ചേരിയാണെന്ന എ വിജയരാഘവന്റെ വിവാദ പരാമർശത്തിന് CPMന്റെ അംഗീകാരം. വിജയരാഘവൻ നടത്തിയത് വർഗീയ പരാമർശമാണെന്നും മുസ്ലിം വിരുദ്ധതയാണെന്നുമുള്ള വിമർശനത്തിനിടെയാണ് പാർട്ടി സെക്രട്ടറിയുടെ പിന്തുണ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ കിട്ടിയില്ലെന്ന തിരിച്ചറിവിലും ന്യൂനപക്ഷ പ്രീണനം നടത്തിയിട്ടും വോട്ടുകൾ UDFിലേക്ക് ഒഴുകിയതും പാർട്ടി ലൈൻ മാറ്റിയതിന്റെ സൂചനയാണെന്ന വിമർശനമുണ്ടായിട്ടും അതിനു മറുപടി നൽകാതെയാണ് ന്യായീകരണം. ജമാഅത്തെ ഇസ്ലാമി, SDPI എന്നിവരെയാണ് മുസ്ലിം വർഗീയ ചേരിയെന്ന് വിശേഷിപ്പിച്ചതെന്നാണ് വിശദീകരണം. 4.5 ലക്ഷം വോട്ടുകൾക്ക് പ്രിയങ്ക ജയിച്ചത് CPM പറയുന്ന സംഘടനകൾ സഹായിച്ചിട്ടാണോ? പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് വിമർശിക്കുമ്പോൾ മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിക്കുന്നുവെന്ന് സംഘപരിവാറിന് മറുപടി നൽകാറുള്ള CPM ഇപ്പോൾ നയം മാറ്റിയോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ നിജേഷ് അരവിന്ദ്, DYFI സംസ്ഥാന സെക്രട്ടറി ശ്രീ VK സനോജ്, BJP നേതാവ് ശ്രീ K സോമൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് എ വിജയരാഘവൻ നടത്തിയ പരാമർശവും അതിന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയ പിന്തുണയും രണ്ടും ഒന്ന് കേട്ടു. മുസ്ലിം വർഗീയ ചേരിയെ വിജയരാഘവൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ UDFിന്റെയും ജയത്തിന്റെ പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിന്റെയും SDPയുടെയും സഖ്യകക്ഷി എന്ന രീതിയിലുള്ള വോട്ടോട് കൂടിയാണ്. അതിൽ തന്നെയാണ് പാർട്ടി ഉറച്ചു നിൽക്കുന്നത്. അതിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. എ വിജയരാഘവൻ നടത്തിയ പ്രസംഗം ആദ്യം തന്നെ വിവാദമായതാണ്. മുസ്ലിം വർഗീയ ചേരി എന്ന് എ വിജയരാഘവൻ പറഞ്ഞത് മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിക്കുന്നതായിരുന്നു. രാഹുലും പ്രിയങ്കയും ജയിച്ചത് മുസ്ലിം വോട്ടുകളുടെ പിന്തുണയോടെയാണ് എന്ന രീതിയിൽ മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിച്ച് വർഗീയ ചേരി എന്ന് പറഞ്ഞു. ഇതായിരുന്നു എ വിജയരാഘവനെതിരെയുള്ള ആക്ഷേപം. ഇത് ഉന്നയിച്ചത് UDF ആണ്. UDF പ്രധാനമായും ഈ വിഷയം വിമർശനമായി ഉന്നയിക്കുകയും അത് വിവാദമായി മാറുകയും ചെയ്തു. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് എ വിജയരാഘവൻ ഉദ്ദേശിച്ചത് ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയുമാണ്. അതായത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ ആപത്താണ് എന്നത് CPMന്റെ പാർട്ടി ലൈനാണ്. അതായത് RSSനെ ഏത് രീതിയിലാണോ എതിർക്കുന്നത് അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും CPM എതിർക്കും. ഇക്കാര്യമാണ് എ വിജയരാഘവൻ പറഞ്ഞത് എന്നാണ്. പക്ഷേ മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിക്കുകയായിരുന്നു എ വിജയരാഘവൻ എന്നുള്ള വിമർശനം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിനിടയ്ക്കാണ് പാർട്ടി നേതാക്കൾ, അത് എ വിജയരാഘവനെ MV ഗോവിന്ദൻ മാത്രമല്ല പിന്തുണച്ചത്, ഇന്ന് സംസാരിച്ച മറ്റ് നേതാക്കളും എ വിജയരാഘവന് അനുകൂലമായിട്ടുള്ള പ്രസ്താവനയാണ് നടത്തിയത്. ഇപ്പോൾ ശ്രീ K സോമൻ BJP നേതാവ്, ഒപ്പം DYFI സംസ്ഥാന സെക്രട്ടറി ശ്രീ VK സനോജ്, നിജേഷ് അരവിന്ദ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുകയാണ്. ശ്രീ VK സനോജ്, ഇന്ന് MV ഗോവിന്ദൻ പറഞ്ഞപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയുമാണ് ഉദ്ദേശിച്ചത് എ വിജയരാഘവൻ. ആ രീതിയിലാണല്ലോ MV ഗോവിന്ദൻ സംസാരിച്ചത്. പക്ഷേ പ്രിയങ്കയെയും രാഹുലിനെയും ജയിപ്പിച്ചത് മുസ്ലിം വർഗീയ ചേരിയാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞത് ആരാണ്? എ വിജയരാഘവനാണ്. ഇതെല്ലാവരും കേട്ട വസ്തുത തന്നെയാണ്. ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ അത് മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിക്കുന്ന ഒന്നല്ല എന്ന് പറയുന്നവരാരാണ്? സംഘപരിവാറാണ് പറയുന്നത്. അപ്പോൾ അതേ ലൈൻ തന്നെയാണല്ലോ എ വിജയരാഘവനും പറഞ്ഞത്. ന്യൂസ് 18 ഇന്നലെ നടത്തിയിട്ടുള്ള ചർച്ചയുടെ തലവാചകം, ഇന്നലെ ഞങ്ങളുടെ പ്രതിനിധികൾ ആരും ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ CPMന്റെ ആളുകൾ വർഗീയത പ്രചരിപ്പിക്കുന്നു എന്ന ലൈനിലാണ് നിങ്ങൾ ഉൾപ്പെടെ ഇവിടെ ചർച്ച സംഘടിപ്പിക്കുന്നത്. ഇന്നത്തെ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗവും CPMന്റെ ആളുകൾ, CPMന്റെ നേതാക്കന്മാർ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം തീവ്രവാദ ചാപ്പ കുത്തുന്നു എന്നൊക്കെയുള്ള ധ്വനിയാണ് അതിനകത്തുടനീളം ഉൽപ്പാദിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന വിമർശനം അത് രാഷ്ട്രീയമായ വിമർശനമാണ്. അത് മതത്തെ കൂട്ടുപിടിച്ച് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഈ മതരാഷ്ട്രവാദ ആശയത്തെയാണ് ഞങ്ങൾ ശക്തമായി എതിർക്കുന്നത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുക, പോപ്പുലർ ഫ്രണ്ടിനെ എതിർക്കുക, മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനങ്ങളെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം മതത്തെ എതിർക്കുക എന്നതാണ് എന്ന്
സ്ഥാപിക്കാനുള്ള വ്യഗ്രത കാണിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. RSSനെ എതിർക്കുക, സംഘപരിവാറിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുവിനെ എതിർക്കുക തുല്യമാണ് എന്ന് പറഞ്ഞാൽ അത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് RSS ആണ്. അപ്പൊ നരേന്ദ്രമോദിയെ എതിർത്താൽ ഇന്ത്യയെ എതിർത്തതുപോലെയാണ് എന്ന അർത്ഥത്തിൽ ഒരു തീവ്ര ദേശീയ ബോധം അതുമായി ബന്ധപ്പെട്ട കപട ദേശീയത സങ്കല്പം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം പിന്നണിയിൽ പ്രവർത്തിക്കുന്നതാണ് RSS, ജമാഅത്തെ ഇസ്ലാമി, ഇത്തരം സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. അപ്പൊ അവരുണ്ടാക്കുന്ന ഒരു നരേറ്റീവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ കുറച്ചാളുകൾ ഇറങ്ങി CPIM അതിന്റെ നേതൃത്വം ഒട്ടാകെ ഈ മുസ്ലിം മതത്തെ അവഹേളിച്ചിരിക്കുന്നു എന്ന നിലയിൽ ഒരു ചർച്ച കൊണ്ടുപോവുകയാണ്. അല്ല, അതിന് കാരണം എന്ന് പറയുന്നത് അദ്ദേഹം കണക്കുകളും പറയുന്നുണ്ട്. ഇപ്പോൾ 4 ലക്ഷം വോട്ടിന് പ്രിയങ്ക ഗാന്ധി ജയിച്ചതും രാഹുൽ അത്രയും വോട്ടുകൾക്ക് വന്നില്ല കഴിഞ്ഞ തവണ. പക്ഷെ അത്രയും വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചത് ഈ മുസ്ലിം വർഗീയ ചേരിയുടെ സഹായത്തോടു കൂടി എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ്? ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും SDP-യും ചേർന്ന് വിചാരിച്ചാൽ പോലും അത്രയും വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷം നൽകാൻ കഴിയുമോ? അതെങ്കിലും ചിന്തിക്കേണ്ടേ? താൻ പറയുമ്പോൾ അത് ഏത് രീതിയിലാണ് വരാൻ പോകുന്നത് എന്ന് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം ഓർക്കേണ്ടതല്ലേ? അത് ഓർക്കാതെയാണ് അങ്ങനെ പ്രസ്താവന നടത്തിയതെങ്കിൽ അദ്ദേഹത്തെ തിരുത്തേണ്ടത് CPM-ന്റെ കടമയാണ്. പക്ഷെ സംഭവം വെളിയിലേക്ക് ഇത്രയും വിമർശനമായിട്ട് വന്നിട്ട് പോലും പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ CPM ലൈൻ മാറ്റിയതിന് തുല്യമായിട്ട് കാണാം. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ പാർട്ടിയെ വേണ്ടത്ര സഹായിച്ചിട്ടില്ല എന്ന തിരിച്ചറിവുണ്ടല്ലോ CPM-ന്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ വോട്ടുകൾ കയ്യിൽ നിന്ന് പോയാൽ അത് പ്രശ്നമാകും എന്നുള്ള തിരിച്ചറിവ് കൂടി വന്നപ്പോൾ ഇത്തരത്തിലുള്ള അടവ് നയങ്ങളുടെ സൂചന നൽകുകയാണോ പാർട്ടി നേതാക്കൾ ഇങ്ങനെയുള്ള പ്രസംഗങ്ങളിലൂടെ? കാരണം അത്തരത്തിലുള്ള വിലയിരുത്തലുകളും ഉണ്ട്. ആ സമയത്താണ് പാർട്ടി നേതാക്കൾ ഈ രീതിയിൽ പ്രസംഗിക്കുന്നത്. ശ്രീ VK സനോജ്. മഞ്ജുഷ, നിങ്ങളുടെ ഈ വ്യാഖ്യാനങ്ങളൊക്കെ ആരെ സഹായിക്കാനുള്ളതാണ് എന്ന് സ്വയം ആലോചിച്ചാൽ മതി. നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റ മാധ്യമപ്രവർത്തകർ മാത്രമല്ല. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാക്കുന്നതിന് പിന്നിൽ ഒരു ഭാഗത്ത് RSS ആണ്, ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമാണ്. സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം ഇന്ന് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അവർ ജമാഅത്തെ ഇസ്ലാമി നയിക്കുന്നതോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയോ SDP-യോ നയിക്കുന്നവരല്ലല്ലോ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം. അതിനെക്കുറിച്ച് കോട്ടിംഗ് ഇവിടെ കാണിച്ചിരുന്നു. അതിൽ അവർ പറയുന്നുണ്ട് സംഘപരിവാറിന് മണ്ണൊരുക്കുകയാണോ CPM ചെയ്യുന്നത് എന്ന്. അതായത് സംഘപരിവാറിന്റെ അതേ ലൈൻ തന്നെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് സംശയം ഉണ്ടാകുന്നത് ഇസ്ലാം മതത്തിലെ ഒരു പ്രധാനപ്പെട്ട മതസംഘടനയ്ക്കാണ്. സംഘപരിവാറിന് കടന്നു വരാനുള്ള വഴിയൊരുക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപമാണല്ലോ ഇവിടെ ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ സംഘപരിവാറിനെ വിമർശിക്കുമ്പോൾ സംഘപരിവാർ എന്താ പറയുന്നത്? ജിഹാദികളുടെ പ്രസ്ഥാനമാണ് CPIM എന്നാണ് പറയുന്നത് അല്ലെ? ഏറ്റവും കൂടുതൽ ജിഹാദി എന്താ അവരാണല്ലോ ഇപ്പം മറ്റേ സിനിമ ഇറക്കിയിട്ട് കേരളത്തിൽ മുഴുവൻ ജിഹാദികൾ ഇങ്ങനെ തളച്ച് വളരുകയാണ്. അപ്പൊ കേരളത്തിൽ നിന്നാണ് IS-ന്റെ ക്യാമ്പുകളിലേക്ക് ഇങ്ങനെ ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിലെ സഹായിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ഭരണവും പിണറായി വിജയനും CPM-ഉം എല്ലാമാണ്. അതുകൊണ്ട് ജിഹാദികളെ വളർത്തുന്ന ഒരു വളർത്തു കേന്ദ്രമായിട്ട് കേരളം മാറി എന്ന് ഒരു ഭാഗത്ത് പ്രവർത്തിക്കുന്നവരാണ് RSS ആണ്. അപ്പൊ ഞങ്ങൾ ശരിയായ കാര്യം പറയുമ്പോൾ ചില ആളുകൾക്ക് പൊള്ളും. മതരാഷ്ട്രവാദത്തെ ശക്തമായി അത് 4 വോട്ടിന് വേണ്ടിയിട്ട് അതിനെല്ലാം കൂട്ടിപ്പിടിക്കുക എന്ന അർത്ഥത്തിലല്ല ഞങ്ങൾ കാണുന്നത്. അധികകാലൊന്നും പ്രകോട്ടപ്പെട്ട ഇപ്പൊ കഴിഞ്ഞ മാസമാണല്ലോ പാലക്കാട് ഇലക്ഷൻ നടന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പള്ളിയിൽ ലഘുലേഖ വിതരണം ചെയ്തല്ലോ. പള്ളിയിൽ ലഘുലേഖ വിതരണം ചെയ്യാൻ നേതൃത്വം കൊടുത്ത ആരാണ്? ആർക്ക് വേണ്ടി ലഘുലേഖ വിതരണം ചെയ്തത്? UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വിതരണം ചെയ്ത സംഘടനയുടെ പേരെന്താണ്? STPI. STPI എന്ന് പറഞ്ഞാൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനമാണ്. ആ STPI പരസ്യമായി ലഘുലേഖ വിതരണം ചെയ്യുന്ന നിലയുണ്ടായി. നിങ്ങൾ മാധ്യമ പ്രവർത്തകർ UDF-ന്റെ സ്ഥാനാർത്ഥിയോട് UDF-ന്റെ നേതൃത്വത്തോട് ചോദിച്ചു, എന്താണ് ഈ കാണുന്നത്? ഈ തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ വോട്ട് നിങ്ങൾ വേണ്ട എന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? ഞങ്ങളും ചോദിച്ചു. അങ്ങനെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് മുന്നിൽ ഒരു തവണ പോലും STPI എന്ന പദം പോലും ഉച്ചരിക്കാൻ അവർക്ക് ധൈര്യം ഉണ്ടായിട്ടില്ല. ആരാ അവിടെ ആദ്യം തന്നെ പ്രകടനം നടത്തിയത്? UDF പാലക്കാട് വിജയിച്ചപ്പോൾ ആദ്യത്തെ പ്രകടനം STPയുടേതായിരുന്നു. അപ്പോൾ കേരളം പോലെയുള്ള ഒരു രാഷ്ട്രീയമായിട്ട് പ്രബുദ്ധതയുള്ള ഒരു സ്ഥലത്ത് UDF-നെ പോലെയുള്ള ഒരു മതനിരപേക്ഷ കക്ഷികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടന എന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന പ്രസ്ഥാനം വിജയിച്ചപ്പോൾ ആദ്യം പ്രകടനം നടത്തുന്നത് തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരു പാർട്ടിയാണ്. അതെന്താ നിങ്ങൾ കാണാത്തത്? അത് ചെറുതും ചിലപ്പോൾ വോട്ടിന്റെ എണ്ണത്തിൽ വളരെ കുറവായിരിക്കും. പക്ഷെ വോട്ട് മാത്രമല്ല,
അവർ ഈ സമുദായത്തിനകത്തുണ്ടാക്കുന്ന അങ്ങേയറ്റത്തെ വിഷലിപ്തമായിട്ടുള്ള പ്രചരണമുണ്ട്. വിഷത്തുള്ളി ഒരു തുള്ളി മതി, വിഷം ഒരു തുള്ളി മതി. ആ വിഷത്തുള്ളിയാണ് ജമാഅത്തെ ഇസ്ലാമി. കേരളത്തിന്റെ സാംസ്കാരിക രാഷ്ട്രീയ മണ്ണിൽ വീഴുന്ന വിഷത്തുള്ളിയായിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഈ SDP എല്ലാം മാറി എന്നതിന്റെ പ്രകടമായ ഉദാഹരണമാണ് കേരളത്തിലുടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങൾ തുറന്നെതിർക്കും. ഞങ്ങളുടെ എതിർപ്പ് കൊള്ളേണ്ടത് കൊള്ളുന്നു എന്ന് വന്നപ്പോഴാണ് ഇമാതിരി നെഗറ്റീവ് ഉണ്ടാക്കിയിട്ട് വ്യാപകമായിട്ടുള്ള പ്രചരണവുമായിട്ട് ആളുകൾ വരുന്നത്. ശ്രീ നിജേഷ് അരവിന്ദ്, SDP-യെയും ജമാഅത്തെ ഇസ്ലാമിയെയുമാണ് എ വിജയരാഘവൻ ഉദ്ദേശിച്ചത്. അത് പാർട്ടിയുടെ നയം തന്നെയാണ്. കാരണം വിശ്വാസികളായിട്ടുള്ള ഒരു സമുദായത്തിൽ ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശരി, ശ്രീ നിജേഷ് അരവിന്ദ്, ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയുമാണ് എ വിജയരാഘവൻ ഉദ്ദേശിച്ചത്. അത് പാർട്ടിയുടെ ലൈൻ തന്നെയാണ്. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരേപോലെ തന്നെ എതിർക്കുക എന്നുള്ളതാണ് CPM-ന്റെ ലൈൻ. അതിൽ നിന്ന് കടുകിട മാറാതെയാണ് എ വിജയരാഘവൻ ആ പ്രസ്താവന നടത്തിയത്. അതിനാൽ തന്നെ പാർട്ടിയുടെ പിന്തുണ അതാണല്ലോ ശ്രീ MV ഗോവിന്ദൻ ഇന്ന് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ പറയുന്നത് ഇവിടെ കൃത്യമായിട്ടും മുസ്ലിം വിരുദ്ധതയാണ് എ വിജയരാഘവൻ പറഞ്ഞത്. അതിന് പാർട്ടി സെക്രട്ടറി പിന്തുണ നൽകുകയാണ് എന്നാണ്. എങ്ങനെയാണ് സമർത്ഥിക്കുവാൻ കഴിയുക? എ വിജയരാഘവന്റെ പ്രസ്താവന വന്നത് കേവലം ഒരു പൊതുയോഗത്തിലല്ല മഞ്ജുഷ്. CPM-ന്റെ 3 വർഷക്കാലം കൂടുമ്പോൾ നയരൂപീകരണ സമിതി പരിപാടികൾ അത് റിപ്പോർട്ട് ചെയ്യുന്ന ഇടമാണ് സമ്മേളനം മുതൽ പാർട്ടി കോൺഗ്രസ് വരെ. അന്നാണ് അവർ തീരുമാനിക്കുക അവരുടെ രാഷ്ട്രീയ നിലപാട് എന്താണ്, ആരൊക്കെയാണ് ശത്രുക്കൾ, ആരൊക്കെയാണ് മിത്രങ്ങൾ എന്നീ എങ്ങനെയാണ് പോകേണ്ടത് എന്ന്. അങ്ങനെയുള്ള ഒരു ജില്ലാ സമ്മേളനത്തിനകത്ത് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ആ സംസാരത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിച്ചത് മുസ്ലിം തീവ്രവാദ ചേരിയുടെ വോട്ട് നേടിയിട്ടാണ് എന്ന. അത് ഷനോജ് സംസാരിക്കുന്നത് പോലെയുള്ള ആഖ്യാനമല്ല. അദ്ദേഹം വളരെ നിങ്ങളുടെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയ വിശദീകരണമാണ്. അതിനെ ചുവട് പിടിച്ചുകൊണ്ട് ഇപ്പൊ എന്റെയൊക്കെ നാട്ടിലെ CPM-ന്റെ ഏരിയ സെക്രട്ടറിമാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞു. വിജയരാഘവൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്ന് ശ്രീ ഗോവിന്ദനും അതുപോലെ തന്നെ PK ശ്രീമതിയും ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്തു. യാഥാർത്ഥ്യവുമായി നിരക്കാത്ത ഒരു വിഷയം അദ്ദേഹം ഉന്നയിക്കുന്നു. ഇതാരെടുത്ത് ആഘോഷിക്കുന്നത്? ഇതെടുത്ത് ആഘോഷിക്കുന്നത് അവിടെയാണ് ഞങ്ങൾക്കുള്ള പ്രയാസം CPM-നോട്. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ 2024 പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോട് ചേർന്ന് നിന്ന് മുന്നണിയായി മത്സരിച്ച സീതാറാം യെച്ചൂരിയുടെ പാർട്ടി ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷിയായ CPM-ആണ് ഈ അഭിപ്രായം പറയുന്നത്. അപ്പൊ സ്വാഭാവികമായും ആർക്കാണ് ഇത് ആഘോഷിക്കാനുള്ള മരുന്നായി മാറുന്നത്? അത് ആഘോഷിക്കാനുള്ള മരുന്നായി മാറുന്നത് BJP-ക്കാണ്. ഇന്നലെ മുതൽ 2 ദിവസം മുമ്പ് മുതൽ BJP ആഘോഷിച്ചു കഴിഞ്ഞു. ഇനി പാർലമെന്റ് അകത്തും അവസരം കിട്ടുമ്പോൾ അവർ പറയും, CPM പറയുന്നുണ്ട്, കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ നേതാവ് രാഹുൽ ഗാന്ധി ഒരു മുസ്ലിം തീവ്രവാദ ചേരിയുടെ വോട്ട് കിട്ടിയിട്ടാണ് ജയിച്ചത് എന്ന് ഇന്ത്യ മുന്നണിയിലെ അംഗം തന്നെ പറയുന്നു എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നു. അതിന് CPM നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിലത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നോക്കിയാൽ അവിടെ പരസ്യമായിട്ട് SDPI UDF-ന് പിന്തുണ നൽകിയിരുന്നു. UDF ആ പിന്തുണ വേണ്ടെന്ന് വെച്ചില്ല. അതുമാത്രമല്ല, UDF-ന്റെ സ്ഥാനാർത്ഥി വിജയിച്ചപ്പോൾ ആദ്യം കൊടിയുമായിട്ട് പ്രകടനത്തിന് ഇറങ്ങിയത് SDP-യെ ആണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് അവസാന ദിവസങ്ങളിൽ അവർ ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ഉണ്ടായിരുന്നു. അതിനൊന്നും UDF-ന് ഒരു തടസ്സം തോന്നിയില്ല. അപ്പോൾ ഇതുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് വിജയരാഘവന്റെ പ്രസംഗം വന്നിരിക്കുന്നത്. വയനാട്ടിലും അങ്ങനെയായിരുന്നു. ഈ വർഗീയ ശക്തികൾ അവിടെ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യുകയായിരുന്നു. അതൊരു നല്ല പ്രവണതയല്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ഇതാണ് CPM-ന്റെ വാദം. അവിടെ മുസ്ലിം വർഗീയ ചേരി എന്ന് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും ആണ്. അത് ഈ 2 കക്ഷികളുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടുന്ന ഒരു സമയം കൂടിയാണല്ലോ ഇത്. അതുകൊണ്ട് അതിന് റിലവൻസ് ഉണ്ട് എന്നാണ്. അതല്ലാതെ സംഘപരിവാർ പറയുന്നത് എന്താണ്? ഈ ലീഗിന്റെ കൊടി കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംഘപരിവാർ വടക്കേ ഇന്ത്യയിൽ നരേഷൻ നടത്തുന്നത്. ഇവിടെ മുസ്ലിം വർഗീയ വോട്ടുകൾ കൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിച്ചത് എന്ന്. അപ്പോൾ ഇതിൽ രണ്ടും രണ്ടാണ് എന്നാണ് CPM വിശദീകരിക്കുന്നത്. അല്ല, CPM വിശദീകരിക്കുന്നത് 2 എന്നാണ്. ശ്രീ മഞ്ജുഷിന് ബോധ്യപ്പെടുന്നത് 2 എന്നാണോ? എനിക്ക് മുസ്ലിം വർഗീയ ചേരിതിരിവ് എന്ന് വിജയരാഘവൻ പറഞ്ഞത് ആ രീതിയിൽ അല്ലായിരുന്നു പറയേണ്ടത് എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട്. അതാണ്, അല്ലെങ്കിൽ അദ്ദേഹം അത് വ്യക്തമായിട്ട് പറയണമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി SDP-യെ എന്നിവരുടെ സഹായം UDF തേടി. ആ സഹായം അവർക്ക് കിട്ടി. അതിൽ ഇത്രമാത്രം വോട്ടുകൾ അവർക്ക് അതിലൂടെ വർധനവുണ്ടായിട്ടുണ്ട് എന്ന്. ഈ 4 ലക്ഷം വോട്ടിന് പ്രിയങ്ക ഗാന്ധി ജയിച്ചെടുത്ത് മുസ്ലിം വർഗീയ ചേരിയുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ ഒന്നാകെ എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പറയേണ്ടി വരും.
കാരണം വോട്ടുകളുടെ ഭൂരിപക്ഷം അത്രത്തോളം ഉണ്ടായിരുന്നു. ശരി നിജേഷ്. അല്ല, ഇപ്പോ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ച വയനാട്, ആ വയനാട്ടിൽ എല്ലാ കാലവും CPM-ന് ഭൂരിപക്ഷം കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ് തിരുനെല്ലി പഞ്ചായത്ത്. പേരിന് വേണ്ടി പറഞ്ഞാൽ മുസ്ലിം ജനവിഭാഗം തന്നെ കുറവായി ജീവിക്കുന്ന പ്രദേശമാണ് തിരുനെല്ലി. ആ തിരുനെല്ലിയിൽ അവിടുത്തെ മുഴുവൻ ബൂത്തിലും ഭൂരിപക്ഷം കിട്ടിയത് പ്രിയങ്ക ഗാന്ധിക്കാണ്. കോഴിക്കോട് ജില്ലയുടെ ഭാഗമായ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ ശരാശരി വോട്ട് CPM സ്ഥാനാർത്ഥിക്ക് ഒരു ബൂത്തിൽ കിട്ടിയ ശരാശരി വോട്ട് 65-70 അതിന് മുകളിൽ കിട്ടിയിട്ടില്ല. അവിടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്നൊന്നുമില്ല, എല്ലാ ബൂത്തിലെയും അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ആളുകൾ ഒന്നടങ്കം വന്നുകൊണ്ട് പോൾ ചെയ്ത വോട്ടിന്റെ 65% ഒരു സ്ഥാനാർത്ഥിക്ക് ചെയ്യുമ്പോൾ അവിടെ ഹിന്ദുവില്ല, മുസൽമാനില്ല, ക്രിസ്ത്യാനിയില്ല, മറ്റൊന്നുമില്ല. അത് ചെയ്തപ്പോൾ കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഭരണമുന്നണിക്കാർ പറയുന്നു ഇത് മുസ്ലിം തീവ്രവാദ ചേരിയുടെ വോട്ട് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ആരാണ് അതിന്റെ ബെനിഫിഷ്യറി? ഞങ്ങൾ അത് മാത്രമാണ് ചോദിക്കുന്നത്. ആ ബെനിഫിഷ്യറി നാളെ കേരളത്തിലും ഇന്ത്യ രാജ്യത്തും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഈ ആഖ്യാനത്തിന്റെ ബെനിഫിഷ്യറി ആരാണ് എന്ന് ചോദിച്ചാൽ സംഘപരിവാറാണ്. അത് ബോധപൂർവമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. പിന്തുണയുമായിട്ട് വരുമ്പോൾ വേണ്ട എന്ന് പറയുവാനുള്ള ആർജവും നിങ്ങളും കാണിക്കണം. സംഘപരിവാറിന്റെ ഒരു നറേഷൻ വടക്കേ ഇന്ത്യയിൽ അതുമാണല്ലോ. അപ്പോൾ അത് ശരിയാണെന്ന് ബോധ്യപ്പെടുന്നു ഉപതെരഞ്ഞെടുപ്പിൽ. അല്ല മഞ്ജുഷെ, അല്ല നിങ്ങൾ പറഞ്ഞ് ആടിനെ പട്ടിയാക്കല്ലേ. ഞങ്ങൾ SDPIയുടെ പിന്തുണ ഒരിടത്തും ചോദിച്ചിട്ടില്ല, വേണ്ടെന്ന് പറഞ്ഞില്ല, ഒരിടത്തും വാങ്ങിയിട്ടില്ല. തീവ്രവാദ സംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് പാലക്കാട് ബൈ ഇലക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്, വയനാട് ബൈ ഇലക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എന്തിന് SDPIയുടെ വോട്ട് ചോദിക്കണം? ഞങ്ങൾ SDPIയുമായിട്ട് എവിടെയാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട്ടെ സ്ഥാനാർത്ഥി SDPIക്കാരുടെ അടുത്ത് പോയിരുന്ന് അല്ലല്ല ആ ഒരു പടമൊക്കെ വന്നതാണ്, ഓഫീസിൽ പോയ പടമൊക്കെ വന്നതാണ്. മാത്രമല്ല ലഘുലേഖകൾ വിതരണം ചെയ്തു, ഒക്കെ അറിയാവുന്ന കാര്യമാണ്. പാലക്കാട് പറഞ്ഞാൽ നിങ്ങൾ പ്രതിരോധത്തിലാവും. പാലക്കാട് പറഞ്ഞാൽ നിങ്ങൾ പ്രതിരോധത്തിലാവും. അല്ല മഞ്ജുഷ ഉത്തരവാദിത്വത്തോടു കൂടി പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ SDPIയോട് വോട്ട് അഭ്യർത്ഥിച്ചു പോകുന്ന പടം News 18 കൈവശത്തുണ്ടെങ്കിൽ നിങ്ങൾ പ്രസിദ്ധീകരിക്കുക. അല്ല, അവർ തന്നെ ചർച്ച ചെയ്ത കാര്യങ്ങളല്ലേ, ഫേസ്ബുക്കിലുള്ള കാര്യങ്ങളല്ലേ അതൊക്കെ. അല്ല പുറത്തുവിട്. ഞാനിതാ കോൺഗ്രസിന് അതാണ് ഞാൻ പറഞ്ഞത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല. അല്ല, പാലക്കാട് ഒരിടത്തും വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല, UDF പറഞ്ഞിട്ടില്ല പാലക്കാട് SDPIയുടെ വോട്ട് വേണ്ട എന്ന്. അത് മാത്രമല്ല മഞ്ജുഷെ ഞങ്ങൾ നേരത്തെ ചില അഭിപ്രായ വ്യത്യാസമുണ്ടായത് ഞങ്ങൾ അല്ല കഴിഞ്ഞ മാസത്തെ കാര്യം വരട്ടെന്ന് ഷനോജെ നിങ്ങൾ പ്രസിദ്ധീകരിക്കേ. ഷനോജിന്റെ കയ്യിൽ എടുത്തു കൊടുക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ SDPIക്കാരെടുത്ത് വോട്ട് ചോദിക്കുന്ന ചിത്രമുണ്ടെങ്കിൽ മഞ്ജുഷ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ ഇല്ലാത്ത കഥ പറയരുത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പോഴാണ് SDPIയോട് വോട്ട് ചോദിച്ചത്? സെർച്ച് കേരളത്തിലല്ലേ ജീവിക്കുന്നത്? ഒന്ന് സെർച്ച് ചെയ്യാനൊന്നുമില്ല. അതൊക്കെ ഞാൻ കേരളത്തിലെ അവതാരകർ നേരിട്ട് ചോദിക്കുന്നുണ്ട്. ഉച്ചരിക്കാനുള്ള ധൈര്യം മാങ്കൂട്ടം കാണിച്ചിട്ടില്ല. വെറുതെ വർത്താനം പറയല്ല. അല്ല ഇപ്പൊ വഴിമാറിപ്പോവല്ലേ? പാലക്കാട് സംസാരിച്ച നിങ്ങൾ പ്രതിരോധത്തിലാകും. വിജയരാഘവന്റെ പ്രസ്താവന അത് ഞാൻ പറഞ്ഞുവല്ലോ. വിജയരാഘവൻ അങ്ങനെ സംസാരിച്ചത് സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞത് മുസ്ലിം സമുദായത്തെ ആകെ ആക്ഷേപിക്കുന്ന രീതിയിലായിപ്പോയി എന്ന സംശയം ഉണ്ടാക്കുന്നതാണ്. അത് ഞാൻ പറഞ്ഞു. പക്ഷെ അത് പാലക്കാട്ടേക്ക് വരുമ്പോൾ SDPIയുടെ കാര്യം വരുമ്പോൾ നിങ്ങൾ പ്രതിരോധത്തിലാവും. അപ്പോൾ സംഘപരിവാർ എടുത്ത് വീശുന്നത് വയനാട് കാര്യവും പാലക്കാട് കാര്യവുമായിരിക്കും.
മഞ്ജുഷ പ്രെഡിക്റ്റ് ചെയ്യേണ്ടതേ, മഞ്ജുഷ പ്രെഡിക്റ്റ് ചെയ്യേണ്ട. ഞങ്ങൾ പ്രതിരോധത്തിലാവില്ല, ഞങ്ങൾ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. 7:20 ആയുള്ളൂ, 8 മണി വരെ ചർച്ചയില്ലേ. 40 മിനിറ്റിലിടയ്ക്ക് മഞ്ജുഷ എന്ന ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകൻ സരോജിനി വിട്ടേക്ക് മാധ്യമ പ്രവർത്തകൻ കാണിച്ചതാ രാഹുൽ മാങ്കൂട്ടത്തിൽ SDPI നേതാക്കന്മാരോട് വോട്ട് ചോദിച്ച് ഇരിക്കുന്ന ഫോട്ടോ. അതല്ലേ നിങ്ങൾ പറഞ്ഞത്? അങ്ങനെ ഒരു ഫോട്ടോ ഇല്ല, ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങൾക്ക് ആവശ്യമില്ല. അതാ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്. വെറുതെ കോൺഗ്രസിനെ ഇല്ലാത്തടത്തേക്ക് വിളിച്ചു കൊണ്ടുവരരുത്. ഞങ്ങൾ നേരത്തെ ചാനലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അഭിപ്രായ വ്യത്യാസം ഇപ്പോഴും തുടരുന്നത് ആവശ്യമില്ലാത്ത ഒരു പ്രകോപനപരമായ ഒരു സംസാരിച്ചതിന്റെ പേരിലാണ്. കോൺഗ്രസിന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്നല്ല ഒരു ഉപതെരഞ്ഞെടുപ്പും ജയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട. അതാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾ പ്രതിരോധത്തിലാവും എന്ന് വിചാരിച്ചുകൊണ്ട് രാഷ്ട്രീയ നിലപാട് വിഴുങ്ങുന്ന ഏർപ്പാടൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇല്ല. ഞങ്ങൾക്ക് അങ്ങനെ പ്രതിരോധത്തിലാവേണ്ട കാര്യവുമില്ല. വിജയരാഘവൻ ആരെ ഉണ്ടാക്കിയെടുത്ത ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ വക്താവ് SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കുന്നില്ല. നിങ്ങൾ ഇപ്പൊ പറ, കഴിഞ്ഞാലും പോട്ടെ. SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഓഫീസിൽ പോയിട്ടുണ്ടല്ലോ. അല്ല നിജേഷ്, വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയോടും വോട്ട് ചോദിച്ചിട്ടുണ്ട്. അല്ല, താങ്കൾ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ പോയി വോട്ട് ചോദിച്ചിട്ടുണ്ടല്ലോ. പാലക്കാട് നിങ്ങളുടെ സ്ഥാനാർത്ഥിയോട് ആവർത്തിച്ച് ചോദിച്ചിട്ടും ഒരക്ഷരം വന്ന് മിണ്ടിയിട്ടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് മാറി. നിങ്ങള് ഇല്ലാത്ത കഥകൾ, ഞാൻ ഈ ചർച്ചയുടെ വിഷയം മാറ്റിക്കൊണ്ടുപോവുകയല്ല മഞ്ജുഷേ. ആ ഇല്ലാത്ത ഒരു കാര്യം വിളിച്ചു പറയുന്ന സമയത്ത് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി വേണം പറയാൻ വേണ്ടിയിട്ട്. ഉണ്ടെങ്കിൽ തെളിയിക്ക് 25 മിനിറ്റ് അല്ല, ഇത് അറിയാവുന്നതാണല്ലോ, അറിയാവുന്ന കാര്യമാണല്ലോ. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ പാലക്കാട് ജില്ലാ ഓഫീസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ. അത് നിങ്ങൾ ഇല്ല എന്ന് പറയരുത്. പിന്നെ അതുപോലെ തന്നെ SDPI നേതാക്കളുമായിട്ടുള്ള പടം, SDPIയുടെ പ്രകടനം, മഞ്ജുഷ ഫോട്ടോ കാണിക്കേ. ഇത് എന്ത് കഷ്ടമാണ്! ഇത് എത്ര തവണ വന്നിട്ടുള്ളതാണ് ഇതൊക്കെ. എന്റെ മഞ്ജുഷ, നിങ്ങളെ പോലത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇങ്ങനെ സംസാരിക്കല്ലേ? മഞ്ജുഷ എവിടെ ഫോട്ടോ? ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. ഞാൻ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. താങ്കൾ നോക്കിക്കോളൂ. ഞാൻ നോക്കാം. ആ ഫോട്ടോ സ്ക്രീനിൽ കാണിക്കൂ. എന്നിട്ട് ചർച്ച മതി. ആ ഫോട്ടോ സ്ക്രീനിൽ കാണിച്ചു. നിജേഷ് തന്നെയാണ് ഇത് കാണിക്കാൻ നിർബന്ധം പിടിക്കുന്നത് കേട്ടോ. SDPIയുടെ പ്രകടനത്തിന് ഫോട്ടോ കൂടി കാണിക്കൂ. അതുകൊണ്ട് അതിന്റെ വീഡിയോ വേണേ കാണിക്കാം. അല്ല, SDPIയുടെ പ്രകടനത്തിന്റെ ഷനോജ്, SDPI പ്രകടനം നടത്തിയതും SDPI നേതാക്കളുടെ അടുത്ത് ചർച്ചയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി എന്നുള്ളതും രണ്ടാണ്. നിങ്ങൾ വെറുതെ ആടിന് പട്ടിയാക്കല്ലേ? ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ചർച്ചക്ക് പോയി എന്നല്ല, ഞാൻ കാണട്ടെ. എനിക്ക് എന്റെ വാട്സാപ്പിൽ ചോദ്യം രാഹുലിനോട് ചോദിച്ചു, KPCC പ്രസിഡന്റിനോട് ചോദിച്ചു. അയ്യോ, അല്ല, ഇത് വഴുതി മാറല്ലേ? പറഞ്ഞതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. എവിടെ മഞ്ജുഷ? എനിക്ക് വന്നിട്ടില്ല. എനിക്ക് അയച്ചു എന്ന് പറയുന്ന ചിത്രം വെറുതെ സമയം കളയുവാണ് കേട്ടോ. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ഞങ്ങൾ ശക്തമായ രാഷ്ട്രീയമായ ഒരു ആരോപണം ഉന്നയിച്ചു. SDPI ഇതാ പള്ളിയിൽ കയറിയിട്ട് ലഘുലേഖ വിതരണം ചെയ്യുന്നു. നിങ്ങളുടെ അറിവോടുകൂടിയാണോ? ആരാണ് ആ ലഘുലേഖ പ്രിന്റ് ചെയ്ത് കൊടുത്തത്? എന്നാൽ പിന്നെ അന്ന് പറയണമായിരുന്നു. നേരിട്ട് ആ സ്ഥാനാർത്ഥിയോട് ചോദിക്കുന്നുണ്ട്. ചാനൽ അവതാരകന്മാർ മൈക്ക് ഇങ്ങനെ നീട്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോ ആ ചോദ്യത്തിൽ നിന്ന് തെന്നി മാറാൻ വേണ്ടിയിട്ട് കാപ്പിയെടുത്ത് കൊടുക്കുകയാണ് ആ സ്ഥാനാർത്ഥി. പിന്നെ വേറെന്താ ചോദ്യം ചോദിച്ചപ്പോ വേറെന്താ ഉത്തരം പറയുകയാണ്. ചക്ക എന്ന് പറയുമ്പോൾ മാങ്ങ എന്ന് പറയുന്നു എന്നൊക്കെ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടം അത്തരം ചർച്ചകളിൽ നിന്ന്, ചോദ്യങ്ങളിൽ നിന്ന് കുതറി മാറിയിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ എന്റെ ഫോട്ടോ ഞാൻ ഇപ്പൊ അയച്ചുതരാം. ഇപ്പൊ തന്നെ ഈ ന്യൂസ് എയ്റ്റിന്റെ ചർച്ചയിൽ മഞ്ജുഷ് അത് ഇവിടെ കാണിക്കണം. ഒരു സംശയം വേണ്ട, നേരിട്ട് ചോദിക്കുന്നുണ്ട്. SDPIയുടെ പിന്തുണ വേണോ? SDPIയുടെ പിന്തുണ SDPI പരസ്യമായിട്ട് പറഞ്ഞതാണ്. നിജേഷ് SDPIയുടെ പിന്തുണ SDPI പരസ്യമായിട്ട് പറഞ്ഞതാണ്. നിങ്ങൾ ആ ഫോട്ടോ ഞാൻ അയച്ചിട്ടുണ്ട്. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയാണല്ലോ. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ പാലക്കാട് ഡിസ്ട്രിക്ട് ഓഫീസ്. ശരി, സരോജ് പറഞ്ഞോളൂ. നിജേഷ് നോക്കട്ടെ. അല്ല, മഞ്ജുഷ് എന്നോട് എന്താ പറഞ്ഞത്? മഞ്ജുഷ് എന്നോട് പറഞ്ഞത്
SDPI നേതാക്കന്മാരുമായി കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അതും വേണം. ഫോട്ടോ പുറത്തുവിടാം എന്നാണ് എനിക്ക് അയച്ചത്. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ, ഞാൻ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയും SDPIയും രണ്ടാണ്. എനിക്കറിയാം SDPIയും വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയും രണ്ടാണ്. നിങ്ങൾ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും വോട്ടുകൾ ഞങ്ങൾക്ക് വേണ്ട എന്ന്. ഈ രണ്ടുപേരുമായിട്ടും അല്ലല്ല, SDPI പരസ്യമായിട്ട് പിന്തുണ നൽകി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഓഫീസിലും പോയി. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പാലക്കാട് പറഞ്ഞാൽ നിങ്ങൾ പ്രതിരോധത്തിലാകുമെന്ന്. നിങ്ങൾ വയനാട്ടിൽ സ്റ്റിക്ക് ഓൺ ചെയ്തോളൂ, വിജയരാഘവന്റെ പ്രസ്താവനയിൽ സ്റ്റിക്ക് ഓൺ ചെയ്തോളൂ, നിങ്ങൾ പ്രതിരോധത്തിലാവുകയില്ല. അവിടെ CPM ആയിരിക്കും പ്രതിരോധത്തിലാവുക. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ പാലക്കാട് ഓഫീസിൽ പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ SDPI നേതാക്കളുമായിട്ട് കണ്ടിട്ടുണ്ട്. SDPI പരസ്യമായിട്ട് പിന്തുണ നൽകിയിട്ടുണ്ട്, ലഘുലേഖ വിതരണം ചെയ്തിട്ടുണ്ട്. ജയിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം കൊടിയുമായി പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ താങ്കൾ തെളിയിക്കൂ. ഒന്ന്, SDPI ഓഫീസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിട്ടില്ല, കോൺഗ്രസ് ഓഫീസർമാർ പോയിട്ടില്ല. മഞ്ജുഷ് ഗോപാൽ അത് തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാൻ ചെയ്യും. SDPIയുടെ ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ. രണ്ട്, SDPI വോട്ട് മേടിച്ചിട്ടുണ്ടല്ലോ, വോട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലോ, വോട്ട് വേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്. മൂന്ന് എന്റെ മഞ്ജുഷെ ഇതുപോലെ തന്നെ ഒരു റിപ്പോർട്ടർ പറഞ്ഞു. ഞങ്ങൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി അവരോട് പറഞ്ഞു. 18 പാലക്കാട് നഗരസഭയ്ക്കകത്ത് വോട്ട് ഭൂരിപക്ഷം നേടിയ ആളുകളാണ് ഞങ്ങൾ. BJPയുടെ ശക്തി കേന്ദ്രത്തിലാണ് UDFന് വോട്ട് കൂടിയത്. ആ വോട്ട് കൂടിയത് SDPIയുടെ വോട്ടാണ് എന്ന് ദയവ് ചെയ്ത് നിങ്ങളെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ സമർത്ഥിക്കല്ലേ. അത് മോശമാണ്. പാലക്കാട് SDPIയുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. SDPIയുടെ വോട്ട് നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ വോട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് മാത്രമല്ല, ഈ വയനാടുമായി ബന്ധിപ്പിക്കുമ്പോൾ വയനാട്ടിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും വോട്ടുകൾ വാങ്ങിയാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുലും ജയിച്ചത് എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് വിജയരാഘവനെ അനുകൂലിച്ചുകൊണ്ട് ആര് പറയുന്നു? MP ഗോവിന്ദൻ പറയുന്നു. അതായിരുന്നു ചർച്ച. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം പറയുകയും ചെയ്യും, SDPIയുടെ വോട്ടുകൾ ആരാണ് പാലക്കാട് മേടിച്ചത്? അത് UDF അല്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ ആരാണ് മേടിച്ചത്? അത് UDF അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി നിങ്ങൾ പറയണമെന്നാണ് പറഞ്ഞത്. അതിന് എന്റെ നേരെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല. എന്റെ മഞ്ജുഷെ, ഞാൻ മെക്കിട്ട് കയറുന്ന സ്വഭാവക്കാരനല്ല. അങ്ങനെ ഒരു ഏർപ്പാട് എനിക്കില്ല. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ എന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനു വേണ്ടി അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. വളരെ ഉത്തരവാദിത്വത്തിൽ പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുമായി ചർച്ച നടത്തിയ കാര്യം നേരത്തെ മഞ്ജുഷ് പറഞ്ഞത് ഉണ്ട് എന്ന് തെളിയിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അത് തെളിയിക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അത് കാണുന്ന പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കലാണ്. രണ്ടാമത്തെ കാര്യം, VK സനോജ് പറഞ്ഞ കാര്യങ്ങളാണ് എങ്കിൽ പാലക്കാട്ട് CPM ഞങ്ങളുടെ ചർച്ചയിൽ പോലും ഇല്ല. CPMന്റെ സ്ഥാനാർത്ഥി ഞങ്ങളും BJPയുമായി നേരിട്ടാണ് ഏറ്റുമുട്ടൽ. BJPയുമായി ഏറ്റുമുട്ടിയ സ്ഥലത്ത് 18,000 വോട്ടുകൾക്ക് ഞങ്ങൾ ജയിച്ചു എന്നുള്ളതിന്റെ അഭിമാനമാണ് ഞങ്ങൾക്കുള്ളത്. പരമ്പരാഗത വോട്ടുകൾ BJPക്ക് കിട്ടിയ ഇടത്തുനിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വോട്ട് കിട്ടി എന്ന അഭിമാന ബോധമാണ് ഞങ്ങൾക്കുള്ളത്. അത് ആരുടെയും തലയിൽ കെട്ടിവെക്കേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലാത്ത തരത്തിൽ അല്ലെങ്കിൽ ഒരിക്കലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു കാര്യം വിജയരാഘവനെ പോലെയുള്ള ആളുകൾ പ്രചരിപ്പിക്കുമ്പോൾ, ഗോവിന്ദൻ അതിനെ ബാക്കി പറയുമ്പോൾ, കോഴിക്കോട്ടെ പാർട്ടി സെക്രട്ടറി P മോഹനൻ ഒരു കൂട്ടം ആളുകൾ ഇരുന്ന് എക്സർസൈസ് ചെയ്യുന്നതിൽ വർഗീയത ഉണ്ട് എന്ന്, MEC7 എക്സർസൈസിനകത്ത് വർഗീയതയുണ്ട് എന്ന് പറയുമ്പോൾ, അത് വർഗീയവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും കേരളത്തിലെ CPMന്റെ നയവ്യതിയാനമാണ് ഉള്ളത്. മുസ്ലിം സംഘടനകളെ സംഘപരിവാർ പറയുന്നത് പോലെ P മോഹനൻ കോഴിക്കോട്ട് നിന്ന് പ്രസ്താവന ഇറക്കിയ സമയത്ത് അതിനെ പിന്തുണച്ചത് മുരളീധരനും സുരേന്ദ്രനുമാണ്. ശരിവെക്കുകയാണല്ലോ, സംശയമില്ലാത്ത കാര്യമാണല്ലോ. കാരണം BJP പറയുന്നത് പ്രിയങ്കയും രാഹുലും ജയിച്ചത്. ക്യാമറ ഒന്ന് സൂം ചെയ്യാൻ പറ്റുമെങ്കിൽ മഞ്ജുഷ്, ഏത് ഫോട്ടോയാണ്? ഞാനിപ്പോൾ വെൽഫെയർ പാർട്ടിയുമായിട്ട് ചർച്ച നടത്തുന്ന ഫോട്ടോ ഞാൻ നിജേഷിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലല്ല, വെൽഫെയർ പാർട്ടി അല്ല, SDPയുടെ നേതാക്കന്മാരുമായി രാഹുൽ മാങ്കൂട്ടം നിൽക്കുന്നതാണ്. അതിന്റെ കയ്യിൽ ലഘുലേഖയുമുണ്ട്. ഹനഫ ജുമാ മസ്ജിദിന് മുന്നിൽ SDPIക്കാർ ലഘുലേഖ വിതരണം ചെയ്യുമ്പോൾ ആ ലഘുലേഖ വിതരണത്തെ
പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് എടുത്ത ഫോട്ടോ ആണ്. എന്നാ പിന്നെ തീരെ ഈ വർഗീയവാദികളാണെങ്കിൽ എന്തിനാണ് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? പള്ളിയുടെ മുന്നിൽ പൊതുസ്ഥലത്ത് സ്ഥാനാർത്ഥി വന്നു നിൽക്കുമ്പോൾ ആ ചിത്രം എടുത്ത് അതാണ് നിങ്ങൾ പറഞ്ഞു ഓഫീസിൽ പോയിട്ടില്ല. ഓഫീസിൽ പോയത് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടേതാണ്. അല്ലല്ലോ, ഒരു സെക്കൻഡ്. അല്ല നിജേഷ്, എന്നെയും സംശയ നിഴലിലാക്കുകയാണ്. ഞാൻ ഒരിക്കലും ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ ആഗ്രഹിച്ചയാൾ പോലുമല്ല. കാരണം എ വിജയരാഘവന്റെ പ്രസ്താവനയായിരുന്നു ഞാൻ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പാലക്കാട് നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. അതിൽ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഓഫീസിൽ പോയതും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ SDPI നേതാക്കളുമായിട്ട് നിൽക്കുന്നു. അവരുടെ കയ്യിൽ രാഹുലിന് അനുകൂലമായ ലഘുലേഖയുണ്ട്. ഇക്കാര്യമൊക്കെ കേരളം മുഴുവൻ കണ്ടതാണ് സാർ. എന്നിട്ട് SDPIക്കാരുടെ ഓഫീസിൽ അകത്ത് കയറിയതിന്റെ ചിത്രം വേണമെന്ന് പറഞ്ഞ് ചാട്ടി പിടിക്കരുത്. ഈ രണ്ടു പേരുടെയും കാര്യം തെളിഞ്ഞതാണ്. വോട്ട് മേടിച്ചിട്ടുണ്ട് എന്ന കാര്യവും തെളിഞ്ഞതാണ്. ഇനിയും അതിനകത്ത് വാശി പിടിക്കരുത്. ഇല്ലാത്ത കാര്യം പറയല്ലേ, ഇല്ലാത്ത കാര്യം ചർച്ച വിടാം. ശരി സോമൻ, ശ്രീ കെ സോമൻ, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണല്ലോ എ വിജയരാഘവൻ പറഞ്ഞത്. അത് ശരിയല്ല, അത് ശരിയല്ല, അത് ശരിയല്ല. ഇല്ലാത്ത കാര്യമല്ല. നിങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പള്ളി കയറി എന്താ ഷനോജ പറയുന്നത്? തെളിവുണ്ടോ ചോദിച്ച് വെല്ലുവിളിച്ചു ഈ ചർച്ചയിൽ. ആ തെളിവുണ്ടോ ഞാൻ ചോദിക്കുന്നു. പള്ളിയുടെ മുന്നിൽ SDPIക്കാർ ലഘുലേഖ വിതരണം ചെയ്യുമ്പോൾ പ്രോത്സാഹിപ്പിച്ച് നടത്തിയിട്ടുള്ള ഫോട്ടോഷൂട്ടാണിത്. ഇത് SDPIയുടെ നേതാക്കന്മാരല്ല നിങ്ങൾ പറയുന്നുണ്ടോ? എന്തോന്ന് ധൈര്യമുണ്ടെങ്കിൽ നാളത്തെ ദേശാഭിമാനിയിൽ ആ ചിത്രം പ്രസിദ്ധീകരിച്ചേ. നാളത്തെ ദേശാഭിമാനി പ്രസിദ്ധീകരിക്കുന്നത് വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയല്ലേ? SDPIയുടെ പ്രകടനം UDFന്റെ ആളുകൾ UDFന്റെ നേതാക്കന്മാർ SDPIയുടെ കൊടിയെടുത്ത് പ്രകടനം നടത്തിയ പാലക്കാട് വിജയാഹ്ലാദ പ്രകടനത്തിന്റെ ചിത്രമാണിത്. അതിന്റെ വീഡിയോ ഇത്. അപ്പൊ SDPIയുടെ ഓഫീസിൽ പോയിട്ടുണ്ട്. SDPക്കാർ ലഘുലേഖ വിതരണം അത് കാവലെഴുതിയിട്ടുണ്ട്. അവർക്ക് ലഘുലേഖ പ്രിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് കാശ് കൊടുത്തിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ പോയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും നിങ്ങൾ പോയിട്ടുണ്ട്. തെളിവായിട്ട് വന്നതാണ്. പക്ഷെ വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ UDF ജയിച്ചതുകൊണ്ട് അത് SDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ടുകൾക്കുള്ളതാണ് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുകയില്ല. പക്ഷെ എന്നാലും അവിടെ പിന്തുണ നേടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ശരി, അല്ല ഞങ്ങൾ രാഷ്ട്രീയമായി വിമർശനം ഉന്നയിക്കുന്നത്, ആ ഉന്നയിക്കപ്പെടുന്ന രാഷ്ട്രീയ വിമർശനത്തെ നിങ്ങൾ മതപരമായ അക്കൗണ്ടിൽ പിണറായി വിജയനാണ് ആഭ്യന്തരമന്ത്രി. ഞങ്ങൾ തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഈ ചർച്ചയിൽ നിങ്ങൾ വെല്ലുവിളിച്ചു SDPയുമായി ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. അതിന് പോയി കാവൽ നിന്നിട്ട് ഫോട്ടോ എടുത്ത് എന്തിനാ? അതിന് ഉത്തരം പറ. SDPക്കാരൻ പള്ളിയുടെ മുന്നിൽ നിന്ന് നിങ്ങളെ ശരി, നമുക്ക് ആ ചർച്ച നിർത്താം. ഈ ചർച്ചയിൽ എ വിജയരാഘവന്റെ ഈ പ്രസ്താവനയുണ്ടല്ലോ, ഈ പ്രസംഗം, അത് ചർച്ച ചെയ്യപ്പെടാതെ പോവുകയാണ്. നിജേഷ് കോൺഗ്രസിനെ തന്നെ പ്രതിരോധത്തിലാക്കുകയാണ്. നിജേഷ്, ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം എന്ന് പറയുന്നത് വയനാട് വിഷയത്തിൽ പ്രിയങ്കയുടെയും രാഹുലിന്റെയും വിഷയത്തിൽ വിജയരാഘവൻ നടത്തിയ പരാമർശവും അതിന് വർഗീയ ചുവയുണ്ടായിരുന്നതും അതിനെ MV ഗോവിന്ദൻ പിന്തുണച്ചതുമാണ്. അതിൽ നിന്ന് ചർച്ച എന്തിനാണ് നിജേഷ് വഴിതെറ്റിച്ചുകൊണ്ട് പോകുന്നതെന്ന് എനിക്കറിയില്ല. ശ്രീ കെ സോമൻ, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണല്ലോ എ വിജയരാഘവൻ നടത്തിയ പ്രസംഗം. മറുപടി. മഞ്ജുഷ, ഇത് ഇന്ത്യ മുന്നണിയിലെ രണ്ട് കക്ഷികൾ തമ്മിലുള്ള ചക്കളത്തി പോരാട്ടമാണ്. ഇത് 34 മിനിറ്റ് ഈ ചർച്ച പിന്നിടുമ്പോ ഇവരുടെ വാദപ്രതിവാദങ്ങൾ അവർ നിർത്താൻ തയ്യാറല്ലാതെ അവര് തുടരുകയാണ്. ഇവിടെ SDPIയെ സംബന്ധിച്ച്, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് ഇപ്പോഴാണ് CPMന് വെളിപാടുണ്ടായത്. CPMന് ഇപ്പോഴാണ് കാര്യങ്ങൾ ബോധ്യപ്പെട്ടത്, നേരം വെളുത്തത് ഇപ്പോഴാണ്. ഇത് ഏറെക്കാലം മുമ്പേ ഞങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ വർഗീയവാദികളാണ്, ഈ നാട്ടിൽ വിഘടനമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ്, ഇസ്ലാമിക സമൂഹത്തെ പരിഹസിക്കുന്നവരാണ്,
എന്നെല്ലാം തന്നെ പറഞ്ഞ CPM ഇപ്പോൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. എന്താണ് അതിനവരെ പ്രേരിപ്പിക്കുന്നത്? തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. അത് കഴിഞ്ഞാൽ വൈകാതെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പ് വരുന്ന സന്ദർഭത്തിൽ അധികാര കസേര സംരക്ഷിക്കണം. അതിനാവശ്യമായിട്ടുള്ള അടവ് നയത്തിന്റെ ഭാഗമായിട്ട് ഇന്നലകളിൽ BJP പറഞ്ഞത്, RSS പറഞ്ഞത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴിവര് ഉയർത്തി പറയുകയാണ്. അങ്ങനെ അല്ല എന്ന് വാദിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് വരുന്നു. അത് സ്വാഭാവികമാണ്. ഈ ചർച്ചയിൽ സനോജ് പങ്കെടുക്കുമ്പോ എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഞാൻ ഈ ചർച്ചയിൽ ഒരല്പം വൈകിയാണ് ചേർന്നിട്ടുള്ളത്. പിന്നെ ഇവരുടെ പരസ്പരമുള്ള വെല്ലുവിളിയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. സനോജ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ വിജയരാഘവൻ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്, ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. രാഹുൽ ഗാന്ധി അദ്ദേഹം മിക്കവാറും കാണും. ഈ ഒരു കാര്യം ഒരു നിവേദനമാക്കി അദ്ദേഹത്തിന് കൊടുത്തുകൂടി? ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷിയുടെ നേതാക്കന്മാർ കേരളത്തിൽ വന്ന് ജയിച്ചു പോയത് ഈ നിലയിലാണ്, ഇത് നമ്മുടെ നാടിന് ചേരുന്നതല്ല എന്നൊരു നിലപാട് CPM സ്വീകരിക്കുമ്പോ ഇത് ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാരോട് പറഞ്ഞുകൂടി ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയല്ലേ? അപ്പൊ അത് ഇപ്പോൾ പറയാതെ നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങളുടെ അണികൾ വല്ലാണ്ട് അസംതൃപ്തരാണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഇത് പറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ സനോജെ, ഇവിടെ ക്രൈസ്തവ പെൺകുട്ടികൾ സ്നേഹത്തിന്റെ മേമ്പൊടി നടിച്ചു വരുന്ന കഴുകൻ കണ്ണുകളിൽപ്പെട്ട് അവർ റാഞ്ചപ്പെടുന്നു, അവർ വേട്ടയാടപ്പെടുന്നു, അവർ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് ചില വൈദിക ശ്രേഷ്ഠന്മാർ പറഞ്ഞപ്പോ അങ്ങ് ഈ പറയുന്ന SDPI അവര് നടത്തിയിട്ടുള്ള പ്രകടനങ്ങൾ, പ്രതിഷേധങ്ങൾ, അരമനയിലേക്ക് നടത്തിയിട്ടുള്ള മാർച്ചുകൾ, അന്ന് എന്തായിരുന്നു നിങ്ങളുടെ നിലപാട്? അന്ന് നിങ്ങളുടെ നിലപാട് ആർക്കൊപ്പമായിരുന്നു? ഇപ്പോ നിങ്ങൾ ആ നിലപാട് തള്ളിപ്പറയാൻ തയ്യാറുണ്ടോ? നിങ്ങൾ മതേതര പാർട്ടിയാണ് എന്ന് പറയുന്ന ലീഗിനെ കുറിച്ച് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? വയനാട് തെരഞ്ഞെടുപ്പിനെ നയിച്ചത് ആരാണ് സനോജെ? വയനാട് തെരഞ്ഞെടുപ്പിനെ നയിച്ചത് മുസ്ലിം ലീഗാണ്. 2019 പറയുന്നത് അല്ലല്ല, ലീഗിന്റെ പേര് അവർ പറയുന്നില്ല, ജമാഅത്തെ പറഞ്ഞതെന്നാണ്. നിങ്ങൾ പക്ഷേ ലീഗിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണല്ലോ, ലീഗിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഈ മുസ്ലിം വർഗീയ ചേരി എന്നുള്ള അർത്ഥമാക്കുക. പക്ഷേ CPM അങ്ങനെയല്ല. CPM അങ്ങനെയല്ല എന്നാണ് ഇന്ന് MV ഗോവിന്ദൻ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയെയും അതുപോലെ തന്നെ SDPയെയുമാണ് ഉദ്ദേശിച്ചത്. ലീഗ് ജമാഅത്തെ ഇസ്ലാമിക്കും SDPയ്ക്കും അടിപ്പെടുകയാണെങ്കിൽ അവരെയും ഉദ്ദേശിക്കും. മഞ്ജുഷ, എനിക്ക് ഈ ചർച്ചയിൽ അങ്ങ് സമയം തരണം. ലീഗാണ് വയനാട് തെരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിച്ചത്. ലീഗിന്റെ കൊടി ഉയർത്തി പിടിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നയിച്ചതെന്ന് ഇന്നലെ ലീഗിന്റെ നേതാക്കന്മാർ ഇതേ വിഷയത്തിൽ മറ്റ് മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടെന്നേ. ഈ ലീഗ് മതേതര പാർട്ടിയാണ് എന്ന് പറഞ്ഞു നടക്കുകയാണല്ലോ. ലീഗ് എന്തെങ്കിലും ഇത്തരം ഒരു മാറ്റമുണ്ടായാൽ ഇപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൊടിക്കീഴിലേക്ക് വരുമെന്ന കരുതലോടെ അവൻ ഇപ്പോഴും ലീഗിനെ കുറിച്ച് പറയാതിരിക്കുകയാണ്. അതുകൊണ്ട് സനോജ്, ഈ ആരോപണത്തിൽ, ഈ അഭിപ്രായ പ്രകടനത്തിൽ ആത്മാർത്ഥതയുണ്ട് എങ്കിൽ നിങ്ങൾ ലീഗിനെ കുറിച്ച് അഭിപ്രായം പറയാൻ തയ്യാറാകണം. ലീഗിന്റെ വർഗീയ നിലപാടുകൾ, ലീഗിന്റെ ചില സമീപനങ്ങൾ ശരിയായതല്ല എന്ന് നിങ്ങൾ പറയാൻ വേണ്ടി തയ്യാറാവണം. ലീഗ് കോൺഗ്രസിനെ സഹായിക്കുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ലീഗിനെ സഹായിക്കുന്ന ഒരു സമീപനം നിങ്ങൾ സ്വീകരിക്കുകയാണ്. നിങ്ങൾ ലീഗിനെ കുറിച്ച് പറയാതിരിക്കുകയാണ്. നിങ്ങൾ SDPI ഇപ്പോ വല്ലാണ്ട് തള്ളി പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ പത്തനംതിട്ടയിൽ നിങ്ങൾ അവിടെ നഗരസഭാ ഭരണത്തിൽ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള സമീപനം നിങ്ങൾ തിരുത്തുമോ? നിജേഷ് അരവിന്ദ് ഈ ചർച്ചയിലുണ്ട്. കൊല്ലം ജില്ലയിലെ പോരുവഴിയിൽ നിങ്ങളുടെ കോൺഗ്രസിന്റെ നേതാവ് ആ പഞ്ചായത്തിലെ പ്രസിഡന്റായി ഭരിക്കുന്നത് ആരുടെ പിന്തുണയിലാണ്? ആരുടെ പിന്തുണയിലാണ് ആ പഞ്ചായത്ത് നിങ്ങൾ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് ഈ നാട് കാണുകയല്ലേ? ഇത് പറയാൻ തയ്യാറാവണ്ടേ? ഇവിടെ ക്രൈസ്തവ സമൂഹം വേട്ടയാടപ്പെട്ടപ്പോ, ക്രൈസ്തവ വൈദികന്മാർ ആക്ഷേപിക്കപ്പെട്ടപ്പോ, അവരെ ഭീഷണിപ്പെടുത്തിയപ്പോ, ഒരധ്യാപകന്റെ കൈവെട്ടിയപ്പോ ഒക്കെ നിശബ്ദത പാലിച്ചവരാണ് CPM. അരിയും മലരും സൂക്ഷിച്ചു വെച്ചോ എന്ന് ആലപ്പുഴയിൽ മുദ്രാവാക്യം വിളിച്ചപ്പോ അതിനോട് മൃദു സമീപനം സ്വീകരിച്ചവരാണ് CPM-ഉം കോൺഗ്രസും.
ഇന്ന് അണികൾ അസംതൃപ്തരായി അധികാര കസേരകൾ ആടിയുലയുമെന്ന ബോധ്യം വരുന്ന സമയത്ത് വിളിച്ചു പറയുന്ന ഒരു വെളിപാട് മാത്രമേ ഈ വിജയരാഘവന്റെ അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് സംഘപരിവാർ ആരോപണം ഉന്നയിക്കുമ്പോൾ മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിച്ചു എന്നാണ് CPM പറയാറുള്ളത്. അതിനെതിരെ സംഘപരിവാറിനെതിരെയും BJPക്കെതിരെയും വിമർശനം ഉണ്ടാകാറുള്ളതാണ്. അതാണ് അദ്ദേഹം കേരള സ്റ്റോറിയുടെ കാര്യവും ഇവിടെ പറഞ്ഞത്. അത് മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളത് ആയിരുന്നില്ല, അത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ ഉള്ളതായിരുന്നുവെന്ന്. പക്ഷേ ആ സമയത്ത് നിലപാടെടുത്ത CPM എന്തായിരുന്നു പറഞ്ഞത്? ഇത് മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിക്കുന്നതാണെന്നാണ്. പക്ഷേ ഇപ്പോൾ വിജയരാഘവൻ ഇങ്ങനെ കാര്യം വ്യക്തമാക്കാതെ തന്നെ മുസ്ലിം വർഗീയ ചേരി തോൽപ്പിച്ചു, ഞങ്ങളെ പ്രിയങ്കയെയും രാഹുലിനെയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ് ഇവരെ മാത്രമാണ് ഉദ്ദേശിച്ചതെന്ന് പറയാൻ പറ്റുന്നത്? അപ്പോൾ തിരിച്ച് അവിടെ നിന്നും മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിക്കുകയായിരുന്നു എന്നുള്ള വിമർശനം വരും. അല്ല, ഇപ്പൊ RSS നേതാവ് ഇപ്പൊ ലവ് ജിഹാദിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ലവ് ജിഹാദ് ഒരു നിർമ്മിത കള്ളമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. RSS നിരന്തരമായി ഉന്നയിച്ച കണക്കുകൾ മുഴുവൻ അവരുടെ പാർലമെന്റിൽ നടത്തിയ ചോദ്യത്തിന് ഉത്തരമായിട്ടും കേന്ദ്ര ഗവൺമെന്റ് മറുപടി കൊടുത്തിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ അന്വേഷണ കേരളത്തിലെ വൈദിക ഒരു കാര്യത്തെ സമുദായത്തെ മര്യാദ കാണിക്കൂ, എങ്ങനെ നിങ്ങളും പറയുന്നത്? മര്യാദ കാണിക്കൂ. നിങ്ങൾ പറയുന്നതെല്ലാം അനുകൂലമായതുകൊണ്ട് വൈദികർ പറഞ്ഞ കാര്യമാണ്. അംഗീകരിച്ചില്ല എന്നാണ്. ശരി സനോജ്, വൈദികരാണ് പറഞ്ഞത്, അപ്പോൾ അംഗീകരിച്ചില്ല എന്നാണ്. നിങ്ങളിപ്പോ ഇടപെടണ്ട. അതായത് നിങ്ങൾ RSSന്റെ കണക്കാണെന്ന് പറഞ്ഞാൽ RSS പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ ഇടപെടൽ തന്നെ ചെയ്യും സനോജ്. RSS എന്ന കണക്ക് പറഞ്ഞത് ക്രിസ്ത്യൻ പെൺകുട്ടികൾ വേട്ടയാടപ്പെടുന്നു, അവർ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞത് വൈദികരാണ്, വൈദിക ശ്രേഷ്ഠന്മാരാണ്. പാലാ ബിഷപ്പാണ് പറഞ്ഞത്. അവിടേക്കാണ് നിങ്ങൾ പ്രതിഷേധ മാർച്ച് നടത്തിയ SDPIയെ നിങ്ങൾ അന്ന് തലോടി വിട്ടത്. ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് എന്ന് RSS ആണ് പറഞ്ഞത്. 100 തവണ പറയും. ക്രൈസ്തവ പുരോഹിതന്മാർ പറഞ്ഞു. നിങ്ങൾ അതിനെക്കുറിച്ചും പറയൂ. ക്രൈസ്തവ പുരോഹിതന്മാർ പറഞ്ഞത് നിങ്ങൾ മറച്ചു വെച്ച് നിങ്ങൾ നിങ്ങൾ SDPIയെ തലോടി വിട്ടവരാണ് എന്ന് പറയുന്ന ഒരു ആരോപണം ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ ആ ലവ് ജിഹാദ് ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ഇപ്പോഴും നിങ്ങൾ ഈ ചർച്ചയുടെ അവസരത്തിലും ശ്രമിക്കുന്നു. ഞാൻ അതിലേക്ക് വരാം. ഞാൻ ആ കാര്യത്തിൽ അധികം കിടക്കുന്നില്ല. അതൊക്കെ ഇവിടെ പൊളിഞ്ഞുപോയ കള്ളമാണ്. നിങ്ങൾ ആവർത്തിച്ചോളൂ. അതൊന്നും ജനങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി പോകുന്ന കാര്യമില്ല. ഇവിടെ യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരായി ഞങ്ങൾ പൊരുതുന്നില്ല എന്നാണ് ഇപ്പൊ RSSന്റെ വക്താവ് പറയുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരായി ശക്തമായി ഞങ്ങൾ നിലപാടെടുക്കുന്നത് കൊണ്ടാണ് ഇപ്പോ പല ആളുകൾക്കും ഹാലിളകി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് നയിക്കാൻ ആവശ്യമായിട്ടുള്ള ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്. ഞങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരായി ശക്തമായ നിലപാട് എല്ലാ ഘട്ടത്തിലും എടുത്തിട്ടുണ്ട്. അതിന് ഒരുപാട് തിക്തഫലങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ നിരവധി സഖാക്കളെ ഈ SDPയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്ര ഗ്രൂപ്പുകൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനൊരു നിലപാടുണ്ട് എന്ന് പറയാൻ, അത് വിശദീകരിക്കാൻ RSSന്റെ വക്താവിന്റെ ഒരു സീറ്റും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരായി ശക്തമായ നിലപാടെടുത്തവരാണ്. ഞങ്ങൾ RSSന്റെ സംഘപരിവാറിന്റെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായി ശക്തമായ നിലപാടെടുത്തവരാണ്. ആ രണ്ട് ശക്തികളെയും ശക്തിയുക്തം എല്ലാ ഘട്ടത്തിലും എതിർത്തു. അത് അഭിമാനത്തോടെ ഞങ്ങൾ പറയും. ആ എതിർപ്പ് ഇപ്പോഴും രേഖപ്പെടുത്തും. ആ എതിർപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ പാലക്കാട് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഞങ്ങൾ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ഇപ്പൊ കോൺഗ്രസ് വക്താവ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഉരുണ്ട് കളിച്ചല്ലോ. അദ്ദേഹം ആദ്യം വലിയ വെല്ലുവിളി നടത്തിയിട്ട് പറഞ്ഞു, ഇതാ തെളിവുണ്ടോ എന്ന് ചോദിച്ചു. തെളിവാ കൊടുത്തത്. SDPയുടെ പ്രകടനത്തിന്റെ ഫോട്ടോ വീഡിയോ കൊടുത്തു. ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ പോയതിന്റെ വീഡിയോ കൊടുത്തു. SDPക്കാർ പള്ളിയിൽ ലഘുലേഖ വിതരണം ചെയ്യുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന, സന്തോഷത്തോടുകൂടി സെൽഫി എടുക്കുന്ന ഫോട്ടോ കാണിച്ചു കൊടുത്തു. അപ്പോഴൊന്നും മിണ്ടാനില്ല. അപ്പൊ ആ ഘട്ടത്തിൽ ഞങ്ങൾ ചോദിച്ചിരുന്നു, SDPയുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിക്കാർ മാത്രമല്ല, നിങ്ങളുടെ മഞ്ജുഷിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള പല മാധ്യമപ്രവർത്തകരും നേരിട്ട് മൈക്ക് ഇങ്ങനെ പിടിച്ച് ചോദിച്ചിരുന്നു. ഒരു ഉത്തരവും പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊന്നും ആളുകളങ്ങ് മറന്നുപോയിട്ടില്ല. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, SDPയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് മാത്രമല്ല, അവരുടെ വർഗീയ ആശയത്തെയും ഇവർ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നു. ഇത് അപകടകരമായ ഒരു പോക്കാണ്. അതിനെയാണ് ഞങ്ങളുടെ പാർട്ടി തുറന്നു നിൽക്കുന്നത്. ആ എതിർപ്പ് ഇപ്പോഴും ഉണ്ടാവും.
പിന്നെ ഒരു കാര്യം കൂടി കെ സോമൻ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് സനോജ്, ലീഗിനെ നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഈ മുസ്ലിം വർഗീയ ചേരിതിരിവാണ്, അല്ലല്ല മുസ്ലിം വർഗീയ ചേരിയാണ് വയനാട്ടിൽ വലിയ ഭൂരിപക്ഷം UDF നൽകിയത് എന്ന് പറഞ്ഞതിൽ ലീഗിനെ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ? അതിനൊരു ക്ലാരിറ്റി വേണം. ലീഗിന്റെ മതനിരപേക്ഷ മുഖം നഷ്ടപ്പെടുന്നു. ലീഗിനെ ആശയപരമായി നയിക്കുന്നത് STPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ആശയങ്ങളാണ്. ലീഗ് മതനിരപേക്ഷ രാഷ്ട്രീയം കൈവെടിയുന്നു. ആ ഒരു വിമർശനമാണ് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു വിമർശനം മുന്നോട്ട് വെച്ചപ്പോഴാണ് പാണക്കാട് തങ്ങൾക്കെതിരായി പറഞ്ഞിരിക്കുന്നു മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകളെല്ലാം ഒരുമിച്ചിറങ്ങണം, മുഖ്യമന്ത്രിക്കെതിരായി ഇറങ്ങണം എന്നൊക്കെ ലീഗ് പറഞ്ഞത് ഞങ്ങൾ വിമർശിക്കാത്തതുകൊണ്ടാണോ? ഞങ്ങൾ പാണക്കാട് തങ്ങൾ അദ്ദേഹം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലക്കുള്ള രാഷ്ട്രീയ വിമർശനമാണ് അദ്ദേഹത്തോട് പങ്കുവെച്ചത്, സമൂഹത്തിൽ പങ്കുവെച്ചത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി തുറന്ന് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കാൻ ഒരു ഘട്ടത്തിലും മടിയുണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ BJP പറയുന്നതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ്? അല്ല ഈ മുസ്ലിം വർഗീയ ചേരി അല്ലല്ല BJP ഉദ്ദേശിക്കുന്ന മുസ്ലിം വർഗീയ ചേരിയും CPM ഉദ്ദേശിക്കുന്ന മുസ്ലിം വർഗീയ ചേരിയും തമ്മിലുള്ള വ്യത്യാസം കൂടി പറയൂ. ദുർവ്യാഖ്യാനങ്ങൾക്ക് മുന്നിൽ പേടിച്ചു പോയിട്ട് നിലപാട് അല്ല അത് ശരിയാണ് CPM അങ്ങനെ പേടിക്കുകയൊന്നുമില്ല. പക്ഷേ അല്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി നയസമീപനങ്ങളിലും അടവ് നയത്തിലും മാറ്റം വരുത്തും. സനോജ് ഒരു കാര്യം കൂടി, ഇതിൽ ഈ BJP ഉദ്ദേശിക്കുന്ന മുസ്ലിം വർഗീയ ചേരിയും CPM ഉദ്ദേശിക്കുന്ന മുസ്ലിം വർഗീയ ചേരിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മനസ്സിലായില്ല. അല്ല വിജയരാഘവൻ പറഞ്ഞത് മുസ്ലിം വർഗീയ ചേരി എന്നാണല്ലോ വിജയരാഘവൻ ഉദ്ദേശിച്ചത്. അതാണ് വയനാട്ടിൽ രാഹുലിനും പ്രിയങ്കയ്ക്കും ഇത്ര വലിയ ലീഡ് ഉണ്ടാക്കി കൊടുത്തതെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ BJP തന്നെയാണ് പറയുന്നത് ആ ഒരു ചേരിയാണ് ഈ വിജയത്തിന് കാരണമെന്ന്. വടക്കേ ഇന്ത്യയിലൊക്കെ അത് പ്രചരിപ്പിക്കുകയും ചെയ്യും. അത് തന്നെയാണോ ഉദ്ദേശിച്ചത് CPM എന്നാണ്? മഞ്ജുഷേ ഇപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളാണല്ലോ മഞ്ജുഷ് ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ. ഇപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയം നിരീക്ഷിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്? STPയും ജമാഅത്തെ ഇസ്ലാമിയും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം എന്താണ്? ആ പ്രചരണത്തെ തുറന്നു കാണിക്കുന്ന പ്രസംഗങ്ങളായിരിക്കും സ്വാഭാവികമായിട്ടും ഈ കാലത്തുണ്ടാവുക. അതിനിപ്പോ രാഷ്ട്രീയ പ്രസംഗങ്ങൾ എന്ന് പറഞ്ഞാൽ വർത്തമാനകാല പ്രശ്നങ്ങളാണല്ലോ വിശദീകരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും വിജയരാഘവൻ സഖാവ് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മതപരമായ ധ്രുവീകരണം, ഈ മതസംഘടനകൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് സംബന്ധിച്ച് ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണോ? പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ വളരെ വിശദമായി അതിന്റെ അനുബന്ധമായി വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് എന്തിനാണ് CPMനെ ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയെ ചിത്രീകരിക്കാൻ ആവശ്യമായ കാര്യത്തിലേക്ക് ഇത്തരം ചർച്ചകൾ കൊണ്ടുപോകുന്നത്? ആ ചർച്ചകൾ ആവശ്യമാണ്. ആർക്ക്? കോൺഗ്രസിന് ആവശ്യമാണ്. കാരണം അവർക്ക് ലക്ഷ്യം 2026 തെരഞ്ഞെടുപ്പാണ്. ആ 2026 തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടിൽ ഏകീകരണം ഉണ്ടാക്കണം. ഇതാ CPIM മുസ്ലിങ്ങൾക്കെതിരായി പറഞ്ഞിരിക്കുന്നു എന്നൊരു ധ്വനി ഉണ്ടാക്കണം. അങ്ങനെ അത്തരം വോട്ടുകൾ സമാഹരിച്ചിട്ട് ഇവർക്ക് ഭരണം നിലനിർത്തണം, ഭരണം കിട്ടുമോ നോക്കണം. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളായി ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്നും കേരളത്തിലെ ജനങ്ങൾ വലിയ വില കൽപ്പിക്കില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശരി, ശ്രീ നിജേഷ് അരവിന്ദ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചോ ആ കാര്യം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കണം എന്ന ആഗ്രഹത്തിൽ ഇത്തരത്തിലുള്ള നേതാക്കളുടെ പ്രസംഗങ്ങളെ, CPM നേതാക്കളുടെ പ്രസംഗങ്ങളെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുകയാണ്. അതൊരു വർഗീയ ചേരിതിരിവുണ്ടാക്കുവാനും ന്യൂനപക്ഷ വിരുദ്ധ പരാമർശവുമാണ് ഇതെന്ന് വ്യാഖ്യാനിക്കുകയാണ് UDF എന്നാണ് സനോജിന്റെ ആരോപണം. അതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത് സംഘപരിവാറിനാണെന്നും. അല്ല, ഞങ്ങൾക്ക് അതിലൊന്നും അഭിപ്രായം പറയാനില്ല. ജില്ലാ കമ്മിറ്റി ജില്ലാ സമ്മേളനത്തിന് വിജയരാഘവൻ പറയുന്നു, അതിന് കൊട പിടിച്ചു കൊടുക്കുന്നു. ഇത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അത് ചർച്ച ചെയ്യട്ടെ, കേരളം ചർച്ച ചെയ്യട്ടെ. പിന്നെ ഷനോജ്, ഉരുണ്ട് കളിക്കേണ്ട ഏർപ്പാടൊന്നും നമുക്കില്ല, കോൺഗ്രസിലില്ല. ഞങ്ങൾ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിലെന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയുടെ മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്ന ചിത്രമെടുത്ത് ഇതാണ് തെളിവ് എന്ന് പറഞ്ഞാൽ നാളെ ധൈര്യമുണ്ടെങ്കിൽ ആ ദേശാഭിമാനിയിൽ SDPയുടെ നേതാക്കന്മാരോട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ച നടത്തിയ ഫോട്ടോ വെക്ക്. ഇവിടെ വലിയ വായിട്ട് അടിച്ചിട്ട് കാര്യമില്ല. എവിടെ എത്തി വടകര തെരഞ്ഞെടുപ്പിലെ കാഫർ
അന്ന് നിങ്ങളും ഷരോജും റഹീമുല്ലേ വടകര കോട്ടപ്പറമ്പ് വലിയവായി പ്രസംഗിച്ചത് ഷാഫി പറമ്പിൽ വർഗീയവാദി നാളെ കാഫിറിനെ പിടിച്ച് അകത്തിടും. അവിടെ എത്തി പിണറായി വിജയന് നട്ടലുണ്ടായിരുന്നെങ്കിൽ, നട്ടലുള്ള ഒരു ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ നടക്കോ? എന്റെ ഷരോജൻ, നീ പറഞ്ഞു, നിങ്ങൾ മിണ്ടിയപ്പോ ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ കേട്ടിരുന്നതല്ലേ, ഞാൻ ഉരുണ്ട് കളിച്ചെന്ന് പറഞ്ഞത് ഉരുളേണ്ട കാര്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ SDPI-യുമായിട്ട് ചർച്ച നടത്തിയ ഫോട്ടോ ഉണ്ടെങ്കിൽ, ആ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് പുറത്തുവിട്. ഇടയ്ക്ക് കയറി പറയല്ലോ, നിന്റെ പ്രഭാഷണം ഞാൻ കേട്ടില്ലേ, DYFI നേതാവിന്റെ പ്രഭാഷണം കേട്ടില്ലേ? നിങ്ങൾ ഇതിനേക്കാൾ മനോഹരമായിക്കൊണ്ട് നീല ട്രോളി DV രാജേഷും MD രാജേഷും കൊണ്ട് ഉണ്ടാക്കിയ നീല ട്രോളി അവിടെ പോയി. പിണറായി വിജയൻ തന്നെയല്ലേ ആഭ്യന്തരമന്ത്രി? അവിടെ എത്തി നിന്റെ നീല ട്രോളി അവിടെ എത്തി SDPI. അതുകൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറയല്ലേ? കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ സംഘടിതമായി നിങ്ങൾ ആക്രമിക്കാൻ കാരണം കേരളത്തിൽ അടുത്തിടെ ഉണ്ടായ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി CJPക്ക് വേണ്ടിയിട്ടാണ് ആ ഏർപ്പാടാണ്. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹൻ മാഷ് ആണെങ്കിലും നേരത്തെ TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊല്ലുന്ന സമയത്ത് അതിനകത്ത് മാഷാള്ള സ്റ്റിക്കർ ഒടിച്ച കാര്യമാണെങ്കിലും ഫസലിനെ കൊന്ന സമയത്ത് അവിടെ കൊണ്ടുകിട്ട സംഘപരിവാറിന്റെ കൊടിയാണെങ്കിലും ഒക്കെ CPM ഏത് കാലത്തും ചെയ്തിരിക്കുന്നത് ഈ വർഗീയതയാണ്. ആ വർഗീയതയുടെ കച്ചവടം വീണ്ടും എടുക്കുന്നു. കുറച്ചുകാലം അവിടെ കിട്ടുമോ നോക്കി, കുറച്ചുകാലം ഇവിടെ കിട്ടുമോ നോക്കി. ഇന്ന് CPM ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വർഗീയത ഇവിടെ വിലപ്പോവില്ല. വിജയരാഘവൻ എന്ന് പറയുന്ന കക്ഷി അതിന് കൊടപിടിച്ച് മോഹനന് ശേഷം ഗോവിന്ദന് ശേഷം ശ്രീമതിയൊക്കെ പറഞ്ഞ കാര്യം നിങ്ങൾ പറ. ആരായിരുന്നു കാഫർ ഉണ്ടാക്കിയത്? എന്തായിരുന്നു കാഫർ സ്ക്രീൻഷോട്ട്? വടകരയിൽ വർഗീയത കാളിക്കത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ സാധനം എവിടെ പോയി? ഷാഫി പറമ്പിനെതിരെ പിറകെ നടന്ന സാധനം എവിടെ പോയി? നിങ്ങൾ പറ, എവിടെ പോയി കാഫർ? നിങ്ങൾ അന്വേഷിച്ചോ? കണ്ടെത്തിയോ? DYFI പറഞ്ഞു. ഷാഫി പറമ്പിൽ പിറകെ നടന്നു പാലക്കാട് മുഴുവൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സാധിച്ചോ? അതുകൊണ്ട് ഇല്ലാത്ത കാര്യം ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് തെളിവുണ്ട്, കുന്തമുണ്ട്, അത് സജി ചെറിയാന്റെ ഭാഷയിൽ കുന്തമുണ്ട്, കൊടച്ചക്രമുണ്ട് എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സനോജെ, ഇന്ന് കേരളത്തിലെ ജനങ്ങളിടയിൽ തള്ളപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പക്ഷേ നിജേഷ് ആവർത്തിച്ച് സനോജ് ചോദിക്കുന്നുണ്ട്, അല്ലല്ല ഒരു സെക്കൻഡ്, നിജേഷ് ഇങ്ങനെ തർക്കിച്ചിട്ട് കാര്യമില്ല. സനോജ് നിർത്തു. ആവർത്തിച്ച് സനോജ് ചോദിക്കുന്നുണ്ട്, SDPI-കാരുമായിട്ട് ചർച്ച നടത്തിയത് നിഷേധിക്കുന്നുണ്ടോ, വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുമായിട്ട് ചർച്ച നടത്തിയത് നിഷേധിക്കുന്നുണ്ടോ എന്ന്. അതിന് തൽക്കാലം പൊതുസമൂഹത്തിലുള്ള തെളിവുകൾ എന്ന് പറയുന്ന 2 ഫോട്ടോകൾ മാത്രമേ ഉള്ളൂ. പല ചർച്ചകളും രഹസ്യമായിട്ട് നടക്കുന്നതാണല്ലോ. അല്ല നിജേഷ് നിർത്തു. നിജേഷ് നിർത്തു. മഞ്ജുഷ് ഗോപാൽ എന്ന മാധ്യമ പ്രവർത്തകനെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലും SDPI-യും തമ്മിലുള്ള ചർച്ച നടത്തി. അത് കാണൂ, നിങ്ങൾ കാണൂ. ഇത് പൊതുസമൂഹത്തിന് മുന്നിലുള്ളതല്ലേ, ഇതിൽ വെല്ലുവിളിയുടെ ആവശ്യമൊന്നുമില്ല. ഇല്ലാത്ത കഥ പറഞ്ഞു പ്രചരിപ്പിച്ച നിങ്ങൾ ചെയ്തത് മാധ്യമധർമ്മമല്ല. എനിക്ക് നിങ്ങൾക്കെതിരെ പറഞ്ഞിട്ട് ഒരു കാര്യവും കിട്ടാനില്ല. SDPI-യുടെ വോട്ട് SDPI പരസ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തതാണ്. നിങ്ങൾക്കറിയാമല്ലോ, പൊതുസമൂഹത്തിന് മുന്നിലുള്ള ഫോട്ടോയാണ്. നിങ്ങൾ ഇതുവരെ നിഷേധിക്കാത്ത ഫോട്ടോയാണ് നിജേഷ്. നിങ്ങൾ ഇതുവരെ നിഷേധിക്കാത്ത ഫോട്ടോയാണ്. ജയിച്ച കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങൾ ആവർത്തിച്ച് മാധ്യമ ധർമ്മം എന്ന് പറയുന്നുണ്ട്. പൊതുസമൂഹത്തിലുള്ള ഫോട്ടോ നിങ്ങൾ ഇതുവരെ നിഷേധിച്ചിട്ടില്ല. SDPI-യുടെ പിന്തുണ വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ പിന്തുണ വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. അതിനൊന്നും ഒരു വെല്ലുവിളിയുടെ കാര്യമില്ല. ഈ 2 ഫോട്ടോകളും എല്ലാത്തിനും തെളിവാണ്. അത് SDPI നിഷേധിച്ചിട്ടില്ല, UDF നിഷേധിച്ചിട്ടില്ലല്ലോ. ഇത് ഏതോ ഒരു ഷനോജിന് ആരോ അടിച്ചു കൊടുത്ത കാഫിർ സ്ക്രീൻഷോട്ട് പോലത്തെ ഒരു സാധനം, VK ഷനോജ് എന്ന് പറയുന്ന വ്യാജരേഖയുടെ, നേരത്തെ കാഫിർ വ്യാജരേഖയുണ്ടാക്കിയ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആള് പറയുന്നത് അതാണ് തെളിവ് എന്ന് ന്യൂസ് 18-ന്റെ ആങ്കറായ മഞ്ജുഷ് ഗോപാൽ പറയുന്നത്. പൊതുസമൂഹത്തിലുള്ളതാണ്. എന്റെ പൊന്നു നിജേഷ്, ഇത് പൊതുസമൂഹത്തിലുള്ളതാണ്, പൊതുസമൂഹത്തിലുള്ള കാര്യമാണ്. പിണറായി വിജയനാണല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി. മാസം 6 കഴിഞ്ഞല്ലോ. എന്റെ ഷനോജെ, എത്ര ലീഗുകാരെ അറസ്റ്റ് ചെയ്തു നിങ്ങൾ? എത്ര കാഫിർ സ്ക്രീൻഷോട്ടിനെ ഞാൻ അനുകൂലിക്കുന്നില്ല. കാഫിർ സ്ക്രീൻഷോട്ട് അത് കള്ളമായിരുന്നു എന്നുള്ള കാര്യം അല്ലല്ല, അത് കോടതി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോടതി ഇടപെട്ട കാര്യം തന്നെയാണ്. കാഫിർ സ്ക്രീൻഷോട്ട് അത് CPM-നെ പ്രതിരോധത്തിലാക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെയാണ് SDPI-യുടെയും വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെയും വോട്ട് ചോദിച്ചതിൽ പാലക്കാട് കോൺഗ്രസും പ്രതിരോധത്തിലായിരിക്കുന്നത്. യാതൊരു സംശയമില്ല. ശ്രീ K. സോമൻ, താങ്കൾക്ക് അവസാനിപ്പിക്കാം. ഈ തർക്കം തീരില്ല. കാരണം ഇത് ഉള്ള കാര്യം പോലും ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. K. സോമൻ, മറുപടി. മഞ്ജുഷേ, ഇതിൽ എത്ര തവണ അങ്ങ് ചോദിച്ചാലും
നിജേഷ് SDPI-യെ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളി ഏതാണ് ഇല്ലാത്ത കാര്യമെന്ന് പറയും? താങ്കൾ ആവർത്തിച്ച് ഇല്ലാത്ത കാര്യമെന്ന് പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രതിനിധി ഏതാണ് ഇല്ലാത്ത കാര്യം? ചോദിച്ചാലും എത്ര തവണ ചോദിച്ചാലും ജമാഅത്തെ ഇസ്ലാമിയെയും SDPI-യെയും തള്ളി പറയത്തില്ല. അത് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇത് തന്നെയായിരിക്കും. എന്താണ് ഒരു സെക്കൻഡ് ഇത് വീണ്ടും വെല്ലുവിളിക്കുകയാണ്. SDPI-ക്കാരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആ ചിത്രം അത് പാലക്കാട്ടെ അല്ല എന്നാണോ താങ്കൾ പറയുന്നത്? അവിടെ ലഘുലേഖ വിതരണം ചെയ്തിട്ടില്ല എന്നാണോ താങ്കൾ പറയുന്നത്? എത്ര തവണ ചോദിച്ചാലും നിരീക്ഷണ നിലപാട് ഇങ്ങനെ തന്നെയായിരിക്കും. ഉത്തരവാദിത്തപ്പെട്ട ആങ്കർ ആണെങ്കിൽ നിങ്ങൾ റിവൈൻഡ് ചെയ്ത് ഈ ചർച്ചക്കാണ് മഞ്ജുഷ് ഗോപാൽ ഈ ചർച്ചക്കാണ് ഇതേ ചർച്ച തന്നെയാണ് നേരത്തെ ഒരു റിപ്പോർട്ടർ ഒരു ചാനൽ പ്രസിദ്ധീകരിച്ചത്. SDPI-യുടെ വോട്ടില്ലാതെ കോൺഗ്രസിന് പാലക്കാട് ജയിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. SDPI-യുടെ വോട്ടില്ലാതെ പാലക്കാട് കോൺഗ്രസിന് ജയിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. അല്ലല്ല, SDPI-യുടെ വോട്ടില്ലാതെ ജയിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ല. SDPI വോട്ടില്ലാതെ ജയിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാര്യം ന്യൂസ് 18 പ്രചരിപ്പിക്കുന്നത് എങ്കിൽ നിങ്ങളോടുള്ള രാഷ്ട്രീയ നിലപാടിലും ഒരു വ്യത്യാസവും ഈ ഫോട്ടോ എത്ര നാളുകളായിട്ട് പൊതുസമൂഹത്തിലുള്ളതാണ്? എത്ര ആളുകൾ കണ്ടിട്ടുള്ളതാണ്? ഇല്ലാത്ത കാര്യം പറയരുത്. ശരി, SDPI-യുടെ വോട്ട് വേണ്ട എന്ന്, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണെന്നുള്ളത് കേരളത്തിന് അറിയാവുന്നതല്ലേ? നിങ്ങൾ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിജേഷ് കോൺഗ്രസിന്റെ പ്രതിനിധി അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് SDPI-യുടെ ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് നിങ്ങൾ പറയാൻ തയ്യാറാകുമോ? നിങ്ങൾ അത് പറയാൻ തയ്യാറാകത്തില്ല. കാരണം നിങ്ങൾ അവരോടൊപ്പം ഇപ്പോ ചേർന്ന് നിൽക്കുകയാണ്. ഇവിടെ ഇസ്ലാമിക ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ കൊടക്കീഴിൽ നിങ്ങൾ ഇപ്പൊ നിന്നുകൊണ്ട് പാലക്കാട് ജയിച്ചു, നിങ്ങൾ വയനാടിൽ ജയിച്ചു, ലീഗ് നിങ്ങൾക്കൊപ്പമുണ്ട്. ലീഗ് ഈ പറയുന്ന തീവ്രവാദ സംഘടനകൾക്ക് ഒപ്പം നിൽക്കുകയാണ്. ഞാന് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോട് ചോദിക്കട്ടെ, ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പുകഴ്ത്തിക്കൊണ്ട് മുഖപ്രസംഗം വന്നത് നിജേഷ് തള്ളിപ്പറയാൻ വേണ്ടി തയ്യാറാകുമോ? നിജേഷ് ആ മുഖപ്രസംഗത്തെ തള്ളിപ്പറയാൻ തയ്യാറാകുമോ? നാസർ മദനിയെ നിങ്ങൾ ഈ ചേരിയിൽ പെടുത്തുന്നുണ്ടോ? നാസർ മദനിക്ക് വലിയ വരവേൽപ്പ് കൊടുത്തുകൊണ്ട് നിങ്ങൾ അന്ന് നാസർ മദനിയുടെ പിന്തുണ നിങ്ങൾ സ്വീകരിച്ചത് കേരളം കണ്ടതാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴ് ഞങ്ങളുടെ വഴിയെ നിങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോ RSS-ഉം BJP-യും ഇന്നലകളിൽ പറഞ്ഞു ഈ നാടിനെ ഇല്ലായ്മ ചെയ്യാൻ, ഈ നാടിനെ അസ്ഥിരപ്പെടുത്താൻ, ഇവിടെ അനൈക്യത്തിന്റെ അന്തരീക്ഷമുണ്ടാക്കാൻ, ഇന്ത്യൻ പട്ടാളത്തിന്റെ തലയിറക്കാൻ കണ്ണൂരിൽ നിന്ന് പരിശീലനത്തിന് ആളുകൾ പോകുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങളെ പരിഹസിച്ചു, നിങ്ങളോട് മിണ്ടാതിരുന്നു. ഇപ്പൊ നിങ്ങൾ ഈ വസ്തുതകളാകെ നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ നിങ്ങൾ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഓഫീസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയതിന്റെയും SDPI നേതാക്കളുമായി നിൽക്കുന്നതിന്റെയും SDPI ലഘുലേഖകൾ വിതരണം ചെയ്തതിന്റെയും ചിത്രമാണ്. അതാണ് പൊതുസമൂഹത്തിലുള്ളത്. അക്കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ കാര്യം കൃത്യമായിട്ട് നിജേഷ് അരവിന്ദനെ അറിയിക്കുകയാണ്. അല്ലാതെ നിങ്ങളെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി ചെയ്ത കാര്യമല്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, പാലക്കാട് പറയുകയാണെങ്കിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാകും. അവിടെ SDPI-യുടെയും വെൽഫെയർ പാർട്ടിയുടെയും വോട്ടുകൾ കൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അവരുടെ വോട്ടുകൾ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവരുടെ വോട്ടുകൾ വേണ്ട എന്ന് UDF പറഞ്ഞിട്ടില്ല എന്ന കാര്യവും ഞാൻ പറഞ്ഞു. അതിൽ ഉറച്ചു നിൽക്കുകയാണ് നിജേഷ്. ശരി, നന്ദി. ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: വിജയരാഘവനെ പാർട്ടി പിന്തുണച്ചത് ശരിയോ? ശരിയാണെന്ന് 26% പ്രേക്ഷകർ, അല്ല എന്ന് 72%. അവസാനിക്കുന്നു. നന്ദി.